ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ ദിവസം നല്ല മഴയുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇന്ന് വൈകിട്ട് 3 മണിയോളമായി. ഇതുവരെയും മഴ തോർന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ കറണ്ടും ഇല്ല. നമുക്ക് എന്തെങ്കിലും ഈ മഴ, നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എണ്ണയിൽ പൊരിച്ച് എന്തെങ്കിലും കഴിക്കണം എന്നൊരു തോന്നൽ എല്ലാവർക്കും വരുന്നതാണ്. ആ സമയത്ത് എനിക്കും അതുപോലെ തോന്നി. ഞാൻ ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് നിങ്ങൾക്കായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 മുട്ടയോളം ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻ്റ് വെച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നും ഇതിലേക്ക് ചെയ്തിട്ടില്ല, ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഞാനിതിലേക്ക് ഒരു 2 മീഡിയം സൈസും ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ബോയിൽ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ, കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചാട്ട് മസാല, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയിലയും പുതിനയും കൂടി 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം കുറച്ച് ഇതുപോലെ കുഴി പോലെ ആക്കി കൊടുത്തതിന് ശേഷം അത് ചീസ് ഒരു പീസ് മുട്ട കൂടി വെച്ച് നല്ലതുപോലെ പൊതിഞ്ഞ് നമുക്ക് നല്ല കട്ട്ലറ്റ് രൂപത്തിൽ നീളത്തിലും എടുക്കാം, റൗണ്ടിലും എടുക്കാം. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. കയ്യിൽ ഒരല്പം എണ്ണയോ വെള്ളമോ പുരട്ടി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ചീസും മുട്ടയും പൊട്ടറ്റോയും ഈ മസാലയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വളരെ ടേസ്റ്റാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് നോക്കുന്നത് അതുകൂടി നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് താങ്ക്സ് പറയാനായിട്ട്. ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയിൽ ഇടുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോകാറില്ല. അല്പം കോൺഫ്ലവറിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കൂടി പുരട്ടിയതിന് ശേഷം ലോ മീഡിയം ഫ്ലെയിമിൽ എണ്ണയിലിട്ട് ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.